ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് റോസ്റ്റാണ്. അത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത ഒരു ബീഫ് റോസ്റ്റ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനതിന് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു 5 സവാള അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുകയാണെങ്കിൽ സവാള വഴറ്റിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിൽ നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ അത് വഴന്ന് കിട്ടും. നന്നായിട്ട് വഴന്ന് വരുന്നിടം വരെ നമുക്ക് മൂടി വയ്ക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് എരിവനുസരിച്ച് നിങ്ങൾക്ക് കോട്ടിയും കുറച്ച് മുളക് പൊടിയുടെ അളവ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളകേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മസാല എല്ലാം കൂടെ ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഞാനിവിടെ 2 തക്കാളി അരിഞ്ഞ് വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഇളക്കിയെടുത്ത ശേഷം ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊന്ന് മസാലയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മസാല അടുക്കി പിടിക്കരുത്. പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാനിവിടെ തേങ്ങാക്കൊത്ത് കുറച്ചധികം ചേർക്കുന്നുണ്ട്. കാരണം എനിക്ക് തേങ്ങാക്കൊത്ത് ബീഫിനകത്ത് ഇടുന്നത് വളരെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ കുരുമുളക് പൊടിയും അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, കുറവ് വേണ്ടവർക്ക് കുറവ് ചേർക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത ശേഷം മൂടി വെച്ചിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമുക്ക് മസാലയ്ക്ക് ഉപ്പുണ്ടോ എന്നും കൂടെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. അതുപോലെ മസാലയ്ക്കകത്ത് നമ്മൾ ഉള്ളി ആദ്യമായിട്ട് ഇപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് ഉപ്പിൻ്റെ കണക്ക് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടി പോകരുത്. കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെയും ചേർക്കാവുന്നതാണ്. ഇനി ഈ ബീഫ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. ഡ്രൈ ആയി നമ്മൾ കുറച്ച് സമയം എടുക്കും. ഇത് ഒരു ഏകദേശം 50 മിനിറ്റ്സോളം എടുക്കും ഈ രീതിയിൽ നമുക്ക് ഡ്രൈ റോസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ. പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലീഫ്.